Hello my dear students, welcome to my new video. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചെന്ന റൗൾസ് ലോ ഒക്കെ പഠിച്ചോ? Actually, that Raoult's law was for the solution containing two volatile liquids. So today we can state the Raoult's law for the solution containing a non-volatile solute in a liquid. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? റൗൾസ് ലോ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാനല്ല റൗൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, നിങ്ങളാണ്. എങ്ങനെയാണ്? ഞാൻ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി ശ്രദ്ധയോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ യുവർ സെൽഫ് സ്റ്റേറ്റ് ദാറ്റ് ലോ. സോ ബി കോൺഫിഡന്റ്. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. റൗൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഇതേപോലെ ഒരു ഹെഡിങ് കാണാം. ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻസ് ഓഫ് എ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഇൻ എ ലിക്വിഡ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും ഞാൻ അങ്ങനെ വേർതിരിച്ചു പറഞ്ഞാല്. ഓക്കെ, അപ്പൊ വേപ്പർ പ്രഷർ എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ട് വോളട്ടൈൽ ലിക്വിഡുകളുടെ കേസിലായിരുന്നു പറഞ്ഞു തന്നിരുന്നത് അല്ലെ. എന്നാൽ ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേപ്പർ പ്രഷർ എങ്ങനെയാണ്, അതാണ് ഇപ്പോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അത് ശ്രദ്ധിക്കാം. സോ ലെറ്റ് us consider a vessel containing a volatile solvent. അപ്പോ ഈ ഒരു ഫസ്റ്റ് വെസലില് ഞാൻ എ എന്ന കമ്പോണന്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് എ കമ്പോണന്റ് ഈസ് വോളട്ടൈൽ ഇൻ നേച്ചർ. അപ്പൊ ഈ വോളട്ടൈൽ നേച്ചർ ആകുമ്പോൾ തന്നെ ഇതിന്റെ സർഫസിൽ നിന്നുള്ള പാർട്ടിക്കിൾസ് എസ്കേപ്പ് ചെയ്ത് വേപ്പർ ഫോമിലേക്ക് പോവുകയും ഈ വേപ്പേഴ്സ് ഈ ലിക്വിഡിന്മേൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുകയും അതിനെയാണ് എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പൊ വേപ്പർ പ്രഷർ ഇവിടെ ഉണ്ടാകും. ആ വേപ്പർ പ്രഷറിനെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്തെന്ന്? P0A അല്ലെ. P0A എന്ന് പറയുന്നതാണ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ് എ. അതായത് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0A ആണ്. ഇനി മറ്റൊരു വെസലില് ഞാൻ ബി എന്ന് പറഞ്ഞ ഒരു സൊല്യൂട്ട് എടുത്തു. ബി എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? നോൺ വോളട്ടൈൽ ആണ്. നോൺ വോളട്ടൈൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അത് വേപ്പറൈസ് ചെയ്യില്ല. അപ്പോ ഈ വെസലില് നമ്മളിത് അടച്ചു വെച്ച് കഴിഞ്ഞാലും എന്താ സംഭവിക്കുന്നത്? ഇവിടെ പാർട്ടിക്കിൾസ് സർഫസിൽ വന്ന് നിൽക്കും, പക്ഷെ ഇത് വേപ്പർ ആയിട്ട് പോകില്ല. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇത് രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ആണ് മൂന്നാമത്തെ വെസലിൽ എടുത്തത്. ശ്രദ്ധിക്കുക, ഇതില് എ എന്ന കമ്പോണന്റും ഉണ്ട്, ബി എന്ന കമ്പോണന്റും ഉണ്ട്. മനസ്സിലാക്കുക, ഇത് പ്യുവർ കമ്പോണന്റ് ആണ് ആൻഡ് ദിസ് ഈസ് വോളട്ടൈൽ ആൻഡ് ബി ഈസ് നോൺ വോളട്ടൈൽ. ഈ രണ്ട് കമ്പോണന്റ്സും ഇതിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സർഫസിൽ ഈ രണ്ട് കമ്പോണന്റുകളുടെയും പാർട്ടിക്കിൾസ് വന്ന് നിറഞ്ഞിരിക്കും. ശരിയല്ലേ? എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ? എ മാത്രമാണ് വോളട്ടൈൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എയുടെ വേപ്പേഴ്സ് മാത്രമായിരിക്കും ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മള് ബി എന്ന് പറഞ്ഞ ഒരു സൊല്യൂട്ട് ഈ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ദ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഓൾവേസ് ഡിക്രീസസ്. Whenever a solute is added to a solvent, always the vapor pressure of that solution decreases. That is very important. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് the number of solvent molecules escaping from the surface is low. ഈ ഒരു വെസലില് സൊല്യൂട്ടും സോൾവെന്റും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ the number of solvent molecules escaping from the surface is low. അതായത് ഈ ഇത്രയും വേപ്പേഴ്സ് ഇവിടെ കാണില്ല, കാരണം നമ്മളുടെ ഇവിടെ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? വേപ്പേഴ്സ് കുറയുമ്പോ വേപ്പർ പ്രഷർ അവിടെ കുറയും അല്ലെ. ദാറ്റ് മീൻസ് ദ വേപ്പർ പ്രഷർ ഈസ് റെഡ്യൂസ്ഡ്. അപ്പോ ഈ വേപ്പർ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? The decrease in vapor pressure, it depends upon the amount of solute dissolved. അതായത് നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഇതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കുറയുന്നത്. ഇനി ഈ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തതിന്റെ എമൗണ്ടിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, നോട്ട് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് ദാറ്റ് വി ഹാവ് ആഡഡ്. അതായത് വാട്ടറിൽ ഒരു മോള് യൂറിയ ഇട്ടാലും വാട്ടറിൽ തന്നെ ഒരു മോള് സോഡിയം ക്ലോറൈഡ് ഇട്ടാലും അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും.
That means the vapor pressure will be reduced. Both the urea and this sodium chloride or glucose, they are non-volatile in nature. Okay. അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി now what is the total vapor pressure? Total vapor pressure എന്ന് പറയുന്നത് it is a sum of the partial vapor pressures, that is PA plus PB. Since B is non-volatile, the total vapor pressure will be equal to the partial vapor pressure of component A. Okay, അതുവരെ ക്ലിയർ അല്ലേ? ശരി, നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്തെന്നാ? പി എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ. അതെവിടെന്നാ പഠിച്ചത്? റൗൾസ് ലോ. അതായത് രണ്ട് വോളട്ടൈൽ ലിക്വിഡ്സ് വരുമ്പോ അവിടെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ഒരു വോളട്ടൈൽ ആയിട്ടുള്ള കമ്പോണന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോ പി എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ എന്ന് നമുക്കറിയാം. അപ്പോ പി എ എന്ന് പറയുന്നത് കൈ എ ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോ നമുക്ക് എന്ത് പറയാം അവസാനം? പി ടി. ദാറ്റ് മീൻസ് the vapor pressure of the solution is directly proportional to the mole fraction of the solvent. അങ്ങനെ പറഞ്ഞൂടെ? PT is directly proportional to chi A and this is Raoult's law. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. How can we state Raoult's law? കിട്ടുന്നുണ്ടാവും, ഉറപ്പാണ്. എങ്ങനെ നമുക്ക് പറയാം? ഓക്കെ, Raoult's law എന്ന് പറയുന്നത് the total vapor pressure of the solution is directly proportional to the mole fraction of the solvent. വളരെ ഈസി അല്ലേ? അതായത് Raoult's law for solution containing non-volatile solute is stated as the total vapor pressure of the solution is directly proportional to the mole fraction of the solvent. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ് റൗൾസ് ലോ, അതിന്റെ ഗ്രാഫ്, അതുപോലെ തന്നെ അതിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്ക് ഇന്ന് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം, ഇന്ന് നമ്മൾ പഠിച്ച റൗൾസ് ലോനോട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, നമ്മൾ പഠിച്ച റൗൾസ് ലോ ഞാനിവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെന്റ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. രണ്ട് റൗൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റും നന്നായിട്ട് പഠിച്ചു വെക്കണം. ഏതാണ് ചോദിക്കാന്നുള്ളത് നമുക്ക് അറിയില്ല. ഏത് ചോദിച്ചാലും നമുക്ക് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എ ഗ്രാഫിക്കൽ പ്ലോട്ട് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെന്റ്. അപ്പൊ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും തമ്മിലുള്ള ഒരു പ്ലോട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അത് സൊല്യൂഷൻ കണ്ടെയ്നിങ് 2 volatile liquids. ഇത് നോൺ വോളട്ടൈൽ സോളിഡ് ഇൻ എ ലിക്വിഡ്. രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പൊ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കമ്പോണന്റ് ഇല്ല, കാരണം അതിന്റെ വേപ്പർ പ്രഷർ അവിടെ വരുന്നില്ല. അപ്പൊ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് പി എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ. ഇത് ഒരിക്കലും മറക്കരുത് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, ബേസിക് ഐഡിയാസ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ മുൻപെടുത്ത വീഡിയോസ് നിങ്ങൾ 1-2 തവണ കണ്ട് ആ ഐഡിയ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ പഠിച്ചൊരു കാര്യമാണ് പി എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ. പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണന്റ് എ ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. റൗൾസ് ലോ പ്രകാരമാണ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. പി എ ഇസ് ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ. ഈ P0A എങ്ങനെ വന്നു എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ ഈ ഗ്രാഫിക്കൽ പ്ലോട്ട് വരയ്ക്കണമെങ്കിൽ നമ്മളൊരു കാര്യം അറിയാം. ഈ ഒരു ഇക്വേഷനില് കൈയുടെ വാല്യൂ 0 കൊടുക്കുക. കൈയുടെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ പി യുടെ വാല്യൂ എന്തായിട്ട് മാറി? മൊത്തം 0 ആയിട്ട് വരും അല്ലേ? അതുപോലെ തന്നെ കൈയുടെ വാല്യൂ 1 ആയാൽ പി യുടെ വാല്യൂ എന്തായി? P0A ആയി. കൈയുടെ വാല്യൂടെ 1 കൊടുക്കുമ്പോ പി എ വിൽ ബി ഈക്വൽ ടു P0A, അതായത് മാക്സിമത്തിൽ എത്തും. When chi is equal to 1, the partial vapor pressure of component A will be equal to the vapor pressure of that component. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞു തന്നതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി
ഇതിനൊരു ക്ലാരിറ്റി വരും ഞാൻ പറയുന്നതിൽ കേട്ടോ. അപ്പോ ഇത്തരം ഐഡിയാസ് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫിക്കൽ പ്ലോട്ട് വരയ്ക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ലീനിയർ. നമ്മളൊരു ഗ്രാഫിക്കൽ പ്ലോട്ട് വരച്ചപ്പോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയത്. വെൻ കൈ is equal to 0, PA എന്ന് പറയുന്നത് 0 ആണ്. And when the mole fraction increases, the partial pressure also increases and it reaches to a maximum, and that maximum value is its vapor pressure. It is P0A. ഇപ്പൊ കയ്യെ 1 ആകുമ്പോ അതിന്റെ മാക്സിമത്തിൽ എത്തും, കയ്യെ 0 ആകുമ്പോ അത് 0 ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലോട്ട് പഠിച്ചു വെക്കുക. രണ്ട് സൊല്യൂഷൻസ് വരുമ്പോ ഇവിടെ നിന്നും കൂടി സൊല്യൂട്ടിന്റെയും കൂടി വരുമെന്നുള്ളത് ഓർക്കുക. അപ്പൊ ടോട്ടൽ വേപ്പർ പ്രഷർ നമുക്ക് കിട്ടും. ഇവിടെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഈ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണന്റ് എ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാനിന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് റൗൾസ് ലോ ഫോർ ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആൻഡ് ദിസ് ഗ്രാഫിക്കൽ പ്ലോട്ട്. ഇനി നമ്മൾ ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ദിസ് റൗൾസ് ലോ. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞാൻ പ്രോബ്ലം വായിക്കാട്ടോ. വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം ആൻഡ് ഡൈക്ലോറോമീഥേൻ at 298 Kelvin are 200 millimeter of mercury and 415 millimeter of mercury respectively. Calculate the vapor pressure of the solution prepared by mixing 25.5 gram of chloroform and 40 gram of dichloromethane at 298 Kelvin. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഈച്ച് കമ്പോണന്റ് ഇൻ വേപ്പർ ഫേസ്. നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിക്കാനുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നുള്ളത് കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് കാണേണ്ടുന്ന കാര്യങ്ങൾ അത് എങ്ങനെ കാണാമെന്നുള്ളതൊക്കെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അവസാനം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു സെലക്ട് ദി സൊല്യൂട്ട് ആൻഡ് ദി സോൾവെന്റ്. അതായത് ഒരു കമ്പോണന്റ് എയും കമ്പോണന്റ് ബിയും ആയിട്ട് നിങ്ങൾ ഇതിനെ സെലക്ട് ചെയ്തെടുക്കണം. അപ്പൊ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ടിൽ തന്നിട്ടുള്ളത് സോൾവെന്റ്, കുറവ് എമൗണ്ടിൽ തന്നിട്ടുള്ളത് സൊല്യൂട്ട്. ശരിയല്ലേ? Calculate the vapor pressure of the solution prepared by mixing 25.5 gram of chloroform and 40 gram of dichloromethane തന്നിട്ടുണ്ട്. അപ്പൊ കൂടുതൽ എമൗണ്ട് ഉള്ളത് ഇവിടെ എ ആയിട്ട് എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ എ ആയിട്ട് കൺസിഡർ ചെയ്തത് ഈ ഡൈക്ലോറോമീഥേനെയാണ്, ബി ആയിട്ട് കൺസിഡർ ചെയ്തത് ക്ലോറോഫോമിനെയാണ്. ഓക്കെ, ഇനി വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോമും ഡൈക്ലോറോമീഥേനും തന്നിട്ടുണ്ട്. അപ്പൊ പ്യുവർ കമ്പോണന്റ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും എന്താണ് തന്നിട്ടുള്ളത്? വേപ്പർ പ്രഷർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവര് രണ്ടുപേരും പ്യുവർ കമ്പോണന്റ്സ് ആണ്. ഇവര് മിക്സ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് അവരുടെ വേപ്പർ പ്രഷർ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അപ്പോ ഈ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ആക്ച്വലി P0A ആൻഡ് P0B. ഇപ്പൊ P0A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 415 millimeter ഓഫ് മെർക്കുറി ആൻഡ് P0B എന്ന് പറയുന്നത്, ബി എന്ന് പറഞ്ഞാൽ ക്ലോറോഫോം ആണ്. ഇതിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 200 millimeter ഓഫ് മെർക്കുറി. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു PA പ്ലസ് PB നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ആൻഡ് വാട്ട് ഈസ് PA? ഇറ്റ് ഈസ് P0A into chi A പ്ലസ് P0B into chi B. അപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിയും. P0Aയും P0Bയും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് അബൌട്ട് ദി മോൾ ഫ്രാക്ഷൻ chi A and chi B? ഡയറക്റ്റ് തന്നിട്ടുണ്ടോ മോൾ ഫ്രാക്ഷൻ? ഇല്ല. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ്. അപ്പോ മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് മുൻപ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? മുൻപ് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പെടും. ശരിയല്ലേ? അപ്പൊ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. കയ്യെ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ സൊല്യൂഷൻ. അതായത് സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്നിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം.
അപ്പോ എന്നെ കണ്ടുപിടിക്കാൻ in order to find out the number of moles of the solute കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് this mass divided by molecular mass. അപ്പൊ നമുക്കിവിടെ മാസ് അറിയണം, അതോടൊപ്പം തന്നെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. മാസ് നമുക്കിവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ മാസ് എത്രയാ? എ എന്ന് പറയുന്നത് ഡൈക്ലോറോമീഥേൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് 40 ഗ്രാം. ഓക്കെ, അപ്പൊ WA എന്ന് പറയുന്നത് 40 ഗ്രാം ആണ്. ഇതേപോലെ തന്നെ നമ്മൾ IB മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് ബി ചെയ്യുന്നു. ദെൻ എക്സ്പ്രഷൻ നമുക്കറിയാം NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. NB is equal to ഈ NB എങ്ങനെയാ കാണുക? WB by NB. അപ്പോ WB ഇവിടെ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 25.5 ഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ അറിയേണ്ടത് എന്തൊക്കെയാണ്? MB കണ്ടുപിടിക്കണം അല്ലെ? നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? MB, വാട്ട് ഈസ് MB? മോളിക്കുലാർ മാസ് ഓഫ് MB എന്ന് പറയുന്നത് CHCl3 ആണ് അല്ലെ? അപ്പോ MBയുടെ 12 പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു 35.5. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? 35.5 into 3. 5 3s are 15, 1, 5 3s are 15, 16, 1, 5 3 3s are 9 and 10. So 12 and 1. 119.5. അപ്പൊ നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് ക്ലോറോഫോം എന്ന് പറയുന്നത് 119.5 കിട്ടി. ദാറ്റ് ഈസ് ഇത്രയും ഗ്രാം പെർ മോൾ. വാട്ട് ഈസ് MA? A ആണ്. ഇവിടെ B അല്ല, A ആണ് കേട്ടോ. വാട്ട് ഈസ് MA? MA എന്താ? CH2Cl2. ഞാൻ കണ്ടുപിടിക്കുക 12 പ്ലസ് 2 പ്ലസ് 71. അപ്പൊ എന്തായി? 12 plus 2 plus 71, it is 85. So 85 gram per mole. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് ബി എന്ന് പറയുന്നത് 119.5 ഗ്രാം പെർ മോളും മോളിക്കുലാർ മാസ് ഓഫ് എ എന്ന് പറയുന്നത് 85 ഗ്രാം പെർ മോളും ആണ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാം? വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ തന്നെ ഈ പ്രോബ്ലം കണ്ട് പുസ്തകം മടക്കി വെച്ച ഒരു ഭാഗത്ത് പോയിരിക്കുന്നുണ്ടാവും ചിലരൊക്കെ. നിങ്ങളിത് കണ്ട് പേടിക്കേണ്ട, ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും വരില്ല. പക്ഷെ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടോട്ടൽ വേപ്പർ പ്രഷർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് ഒരു ചോദ്യമായിട്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ കിട്ടണ്ടേ? അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ വലുതാക്കി കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നില്ലേ? ഓക്കെ, വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതില് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവാണ് കേട്ടോ. അതായത് പി ടോട്ടൽ എന്ന് പറയുന്നത് PA പ്ലസ് PB ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് P0A KA പ്ലസ് P0B KB. ഇനി കൈയെയും കൈബിയും കാൽക്കുലേറ്റ് ചെയ്യുന്നതാണിത്. നമ്മൾ മുൻപ് മോൾ ഫ്രാക്ഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് കൈയെ എന്ന് പറയുന്നത് കിട്ടിയത് 0.688 ആണ്. കൈബി എന്ന് പറയുന്നത് 1 മൈനസ് 0.688. കാരണം കൈയെ പ്ലസ് കൈബി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ കൈബിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് അല്ലെ? അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ വാല്യൂ വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കൈയെയും കൈബിയും നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 415 into 0.688 plus 215 into 0.312. നമുക്ക് അവസാനം ഒരു ഫൈനൽ ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഈച്ച് കമ്പോണന്റ് ഇൻ വേപ്പർ ഫേസ്. ഇപ്പൊ വേപ്പർ ഫേസിലുള്ള ഓരോ കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കൈയെയും കൈബിയും മാത്രം പോരാ. ഇങ്ങനെ വരുമ്പോ ഇതുപോലെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
അതായത് പി എ ഇസ് ഈക്വൽ ടു വൈ എ ഇൻറ്റു പി ടോട്ടൽ. ഈ വൈ എ എന്ന് പറയുന്നതും അതുപോലെ പി ബി ഇസ് ഈക്വൽ ടു വൈ ബി ഇൻറ്റു പി ടിയിലത്തെ വൈ ബി എന്ന് പറയുന്നതും ദേ ആർ ദി മോൾ ഫ്രാക്ഷൻസ് ഓഫ് ദി കമ്പോണൻസ് ഇൻ വേപ്പർ ഫേസ്. അപ്പൊ വൈ എ വൈ ബി എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ദ മോൾ ഫ്രാക്ഷൻസ് ഓഫ് ദി കമ്പോണൻസ് ഇൻ വേപ്പർ ഫേസ് എന്ന് ഓർക്കുക. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം അറിയണം. അതായത് പി എ is equal to വൈ എ ഇൻറ്റു പി ടോട്ടൽ ആൻഡ് പി ബി is equal to വൈ ബി ഇൻറ്റു പി ടോട്ടൽ. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിൽ നിന്ന് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി കമ്പോണന്റ് എ വിച്ച് ഈസ് ഇൻ ദി വേപ്പർ ഫേസ്. വേപ്പർ ഫേസ് അതായത് ഈ കമ്പോണന്റുകൾ നമ്മളൊരു ഡൈനാമിക് ഇക്വിലിബ്രിയം ആയിരിക്കുമ്പോൾ അതിന്റെ വേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോഴുണ്ടാവുന്ന മോൾ ഫ്രാക്ഷൻ ആണ് ചോദിക്കണേ. അപ്പൊ വൈ is equal to പി എ ഡിവൈഡഡ് ബൈ പി ടോട്ടൽ. അപ്പൊ പി എ ബൈ പി ടോട്ടൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് പി എ. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് വൈ ബി കാണണം ആൻഡ് ഹിയർ പി ബി കാൽക്കുലേറ്റ് ചെയ്യണം. പി എയും പി ബിയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല അറിയാം. പി എ ഇസ് ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ. പി സീറോ എ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, കൈ എ തന്നിട്ടുണ്ട്. നമ്മൾ ഇത് കണ്ടുപിടിച്ചതാണ്. അപ്പോ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 285.5 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ് പി ടോട്ടൽ കണ്ടുപിടിച്ചപ്പോ അല്ലെ. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ പി സീറോ എ കൈ എ കിട്ടും, അതുപോലെ തന്നെ പി സീറോ ബി കൈ ബി കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പി എയും പി ബിയും നമുക്ക് കിട്ടിയല്ലോ. അതായത് പി ഓഫ് ഡൈക്ലോറോമീഥേനും കിട്ടി, ദി പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോമും കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വേറെ ഒരു പണിയില്ല, നമ്മളത് കണ്ടുപിടിച്ചത്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വൈ ഓഫ് CH2Cl2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 285.5. അത് കണ്ടോ, 285.5 ദാറ്റ് ഈസ് ഡൈക്ലോറോമീഥേന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ വേപ്പർ പ്രഷർ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള ടോട്ടൽ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടിയത് 0.82 ആണ്. ഇതേപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് CHCl3 ഇൻ ദ വേപ്പർ ഫേസ് കണ്ടുപിടിക്കാൻ P CHCl3 ബൈ PT. P CHCl3 ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് 62.4 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ടോട്ടൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് 347.9. നമുക്ക് വാല്യൂ കിട്ടി 0.18. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 1 കിട്ടും. അതായത് മോൾ ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്നത് 1 ആണ്. എത്ര കമ്പോണന്റ് ആയിക്കോട്ടെ, ഇവിടെ 2 എണ്ണമാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അപ്പോ ഈ ഒരു പ്രോബ്ലത്തോടു കൂടി ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ഇതിനോട് റിലേറ്റ് ചെയ്തുള്ള ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും, ഉറപ്പാണ് കേട്ടോ. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ സ്വയം ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഓക്കെ, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തന്നത് നന്നായിട്ട് പഠിക്കുക. ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നത് ഞാൻ മുൻപ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോ ശരിക്കും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാകാതെ വരും. സൊല്യൂഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾ അവിടെ അവസാനിപ്പിച്ചു പോകേണ്ടി വരും. അപ്പൊ അതിന് നിൽക്കണ്ട, നന്നായിട്ട് തന്നെ ഓരോ ദിവസവും ഞാൻ പഠിപ്പിച്ചു തരുന്നത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകോളൂ. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.